ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോ പാർക്ക് ഫേസ് 4 അടുത്താണ്. ഇവിടെ അടുത്താണ് സൺടെക് എന്ന IT കമ്പനി, അതുകൂടാതെ ടാറ്റയുടെ TCSൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സയൻസ് പാർക്ക് അടുത്താണ്. ഈ ലൊക്കേഷനെ കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ CRPF ക്യാമ്പിനും അതുപോലെ ടൗൺഷിപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന മംഗലാപുരത്തിന് ഇടയ്ക്കാണ്. ഇവിടെ 5.5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഒരു പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഇരുനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ്, അതായത് കിഴക്ക് ദർശനത്തോടു കൂടിയ വീടാണ്. നിങ്ങൾ 85 ലക്ഷം രൂപ ബജറ്റിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഇനി നമ്മുടെ ഒരു വീടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടു, ഒരു പില്ലർ കാണാം, അതൊരു വെട്ടുകല്ലിൻ്റെ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കാണാം. അതുപോലെ ഇവിടുത്തെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചും അതുപോലെ ആ മതിൽ നോക്കി അറിയാൻ പറ്റും, ആ ഒരു ലൈറ്റ് നോക്കി അറിയാൻ പറ്റും. പ്രീമിയം ക്വാളിറ്റിയുള്ള ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരാം. 2 വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാം GI ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുറ്റത്തേക്ക് വരുവാണെങ്കിൽ ഫുള്ളും ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ ആർട്ടിഫിഷ്യൽ സ്റ്റോണും കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് കലാത്തിയ പ്ലാന്റ് കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് ചൈനീസ് ഡോം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തെറ്റി കാണാം. അതുപോലെ ഗോൾഡൻ ബാമ്പു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ കാർ പാർക്കിന് പുറകിലായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോസും കാണാം. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു യെല്ലോ പാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിറ്റിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം പ്ലാവിലാണ്. ഈ കട്ടളയും കഥകും എല്ലാം നിർമ്മിച്ചിരുന്നത് പ്ലാവിലാണ്. അതുപോലെ LEസിൻ്റെയാണ് സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് ഡബിൾ ഡോറാ കൊടുത്തിരിക്കുന്നത്, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ ഡോറാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ പോയിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിമോട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ലൂക്കർ എന്ന കമ്പനിയുടെ ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ളതാണ്. ഇവിടെ ഭിത്തിയിലായിട്ടൊരു നല്ലൊരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 3 പർഗോള കാണാം. നല്ലൊരു വെട്ട വീടിനകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള, അത്യാവശ്യം സ്പേസുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റ് ആണ്. നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വി ഗാർഡിൻ്റെ DB ആണ്. ഫുള്ള് MCB ELCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് വി ഗാർഡ് എന്ന ബ്രാൻഡ് തന്നെയാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് വരുവാണെങ്കിൽ LEസിൻ്റെ E² ആ ഒരു ടൈപ്പിൽ സീരീസിൽ വരുന്ന സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ വാഷിംഗ് കൗണ്ടറിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യുമെന്ന് മിററാണ് കൊടുത്തിരിക്കുന്നത്. 3 കളറിലേക്ക് മാറ്റാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ലിക്വിഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്ക് കാണാം. അതുപോലെ വാഷ് ബേസിനും അതിനോടൊപ്പം തന്നെ ഗോൾഡൻ കളറിലുള്ള ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വെൽക്കം ചെയ്ത് 2 ഹാങ്ങിങ് ലൈറ്റുകളാണ്. അതുപോലെ ഇവിടെ ആയിട്ടെല്ലാം ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലെ ഫ്ലോറിങ്ങിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ 4/2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഒരു വുഡിൻ്റെ രീതി, തടിയുടെ ഡിസൈനിലുള്ള രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് ഫുൾ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. അതും അലൂമിനിയം സ്ട്രക്ചറിൽ ഒരു ഗോൾഡൻ പ്രൊഫൈൽ കൊടുത്തുള്ള ഹാൻഡിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇത് പാഴി പോകുന്നു അല്ലെങ്കിൽ കൊളുത്ത് പോകുന്നു. അത് മാത്രമല്ല ഹിഞ്ചസ് ഒന്നും അതിൽ നിന്ന് താഴ്ന്നു പോകുന്നൊന്നും പേടി വേണ്ട, ലൈറ്റ് വെയിറ്റ് ആണ്. ഈ കബോർഡിൻ്റെ ഹാൻഡിൽസ് എല്ലാം, അതായത് പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് റോസ് ഗോൾഡ് ഫിനിഷാണ്. മൊത്തത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്, ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹോബ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുന്നത്. എത്ര വലിയൊരു ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതിൻ്റെ സ്വിച്ച് ബോർഡും കാണാം. ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 4/2 സൈസുള്ള ഈ ഒരു വുഡ് ഗ്രെയിൻ വരുന്ന ടൈൽസ് തന്നെയാണ്. അവിടെ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടേബിൾ ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. സിങ്കും കാണാം. അതുപോലെ ഇനി ഇവിടെ കബോർഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ കബോർഡ് വേണോ ഇങ്ങനെ നോക്കിയിട്ട് അതെല്ലാം ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ മുറ്റത്തേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. പുറത്ത് നോക്കുവാണെങ്കിൽ ഇറങ്ങി നടക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്, ഒട്ടും കൺജസ്റ്റഡ് അല്ല.
ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുകളാണ് വരുന്നത്. നമ്മുടെ ഫോയറിലേക്ക് വന്നിരിക്കുന്നത്, ഈ ഫോയറിലേക്കാണ് 2 റൂം വരുന്നത്. ഒരു പ്രൈവസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. സൈഡിലും അതുപോലെ ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അല്ല ബോക്സ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ചെറിയൊരു വാമായിട്ടുള്ള സീലിംഗ്, സൈഡിൽ നിന്നുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വോൾ ഹാങ്ങിങ് ലൈറ്റും ഉണ്ട്, ഒരു മെർക്കുറി പോലെ രീതിയിലുള്ള ആ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിൻഡോസും അതുപോലെ ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ഈ സ്ക്വയർ സീരീസിലുള്ള ആ സ്വിച്ചസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലീസ് എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഫുഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. ഇവിടെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ജാഗ്വാർ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് ആണ്, അത് സെറ എന്ന ബ്രാൻഡാണ്. വാഷ് ബേസിൻ സെറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്പോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. ഈ ഒരു ഫോയർ തന്നെയാണ് രണ്ടാമത്തെ റൂം വരുന്നത്. അപ്പോൾ ഈ റൂമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സൈസിലുള്ള 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതുപോലെ ബെഡ് സ്വിച്ച് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാമായിട്ടുള്ളൊരു സീലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്ലൂ രീതിയിലുള്ള തീമുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. അതുപോലെ ഇവിടെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലോസറ്റ് വാഷ് ബേസിന് യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ബാക്കി 3 റൂമും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയെല്ലാം GE ട്യൂബിൽ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊരു പ്ലാവിൻ്റെ ഒരു പാനലും കൊടുത്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ഒരു കോളിംഗ് ബെല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ലാൻഡിങ് ഏരിയയിലായിട്ട് ഒരു ഇൻഡോർ പാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡിങ് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡബിൾ ഹൈറ്റ് വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ ഹാങ് ലൈറ്റൊക്കെ ആക്കിയിട്ട് നല്ല മനോഹരമായിട്ടുള്ളത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 5 പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫോയറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് നേരത്തെ പറഞ്ഞതല്ലോ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഫുള്ള് മനോഹരമാക്കിയിരിക്കുകയാണ്. നമ്മൾ നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ചിൽ 2 ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ TV കൊണ്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലിട്ടെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ 3 റൂമുകളും ഒരു ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മൾ താഴെ കണ്ട അതുപോലെ തന്നെയാണ് ഒരു ഫോയറിലേക്ക് വന്നിട്ട് ആ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. താഴെ കണ്ട അതേ സ്പേഷ്യൽ റൂം തന്നെയാണ്. ഇവർ ടൈൽസിൻ്റെ സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ 4x2 സൈസാണ്. അതുപോലെ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബെഡ് സ്വിച്ചും ആ ഒരു സ്പേസ് എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മുകളിലായിട്ട് ആ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂമിൽ എന്തെങ്കിലും വ്യത്യാസം ഒന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈൽ ക്ലാഡിങ് വ്യത്യാസം മാത്രമേ ഉള്ളത്. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറും സെറയും തന്നെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. ഈ 4ാമത്തെ റൂമിലേക്ക് വരുമ്പോൾ നേരെ ഫോയർ തന്നെയാണ് ഈ 4ാമത്തെ റൂമിലേക്ക് വരുന്നത്. ഈ റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ട അതേ സൈസുള്ള റൂം തന്നെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ ഒരു ടൈലിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ ആ ഒരു സീലിംഗ് ഒക്കെ സെയിം തന്നെയാണ്. സീലിംഗ് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈലിൻ്റെ ക്ലാഡിങ് വ്യത്യാസം മാത്രമാണ്. ഒരു ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഹാൻഡ് ഷവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 5ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ 5ാമത്തെ റൂമിലേക്ക് വരാം. 5ാമത്തെ റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെയെല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ഫോയറിലേക്ക് വന്നിട്ട് ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഇവിടെ നിന്നാണ് നേരെ വാഷ്റൂമിലേക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ വേറൊരു ടൈൽ ക്ലാഡിങ് വ്യത്യാസം മാത്രമാണ്. ബാക്കി ഈ ഹാൻഡ് ഷവർ ആണെങ്കിൽ ബാക്കി എല്ലാം ജാഗ്വാർ ഫിറ്റിംഗ്സ് തന്നെയാണ്. അതായത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് വരാം. ബാൽക്കണി നോക്കുവാണെങ്കിലും ഇവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ചാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 2 കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചൈനീസ് ടോം ആ ഒരു രീതിയിൽ വരുന്ന പ്ലാന്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം GE ട്യൂബിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ കിഴക്ക് ദർശനം ആയതുകൊണ്ട് തന്നെ ഒരു ചൂടില്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വെയിലും കിട്ടുന്നില്ല. നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പം നമുക്ക് നേരെ ഗസീബോയിലേക്ക് വരാം. ഈ ഗസീബോ നോക്കുകയാണെങ്കിൽ ഫുള്ള് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡിലെ തീമും കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം പോയിന്റ് ലൈറ്റും കാണാം. അതുപോലെ ഇവിടുത്തെ ഈ ഒരു ഗസീബോയുടെ ചുറ്റാകുള്ള ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം GE ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഓപ്പൺ ടെറസ് സൈഡിലേക്ക് വരാം. നല്ല വെയിലുണ്ട്, വീടിൻ്റെ കണ്ണട വയ്ക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കേലചന്ദ്രയുടെ
വാട്ടർ ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത് 3 ലെയറാണ്. ഇനി നമുക്കിവിടെ അശ കെട്ടാനുള്ള ഹൂക്ക് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതോടെ വന്ന് സെറ്റ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ 85 ലക്ഷം രൂപ ബജറ്റിൽ 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ഈ ക്വാളിറ്റി വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.